അദാനി വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിഷേധത്തിന് സാധ്യത. വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, അദാനി വിഷയത്തിൽ പാർലമെന്റ് ഇരുസഭകളിലും ഇന്ന് പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അദാനി വിഷയത്തിൽ ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. പ്രധാനമായും ഈ അദാനി വിഷയം വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം ചർച്ചയാക്കുകയാണ്. അദാനി വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. പ്രധാനമായും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് സംയുക്ത പാർലമെന്റ് സമിതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം വേണമെന്നാണ്. ഈ ഒരു അദാനിക്കെതിരായ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം ഈ സംയുക്ത പാർലമെന്റ് സമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവണമെന്നാണ് പ്രധാനമായും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യമുന്നയിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പ്രതിഷേധം ഈ രാജ്യസഭയ്ക്ക് അകത്തും പുറത്തും ഈ പാർലമെന്റ് ഇരുസഭകൾക്ക് അകത്തും പുറത്തുമായിട്ട് പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രധാനമായും പറയേണ്ടത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട നന്ദിപ്രമേയ ചർച്ച ഇരുസഭകളിൽ നടക്കുകയായിരുന്നു. പ്രധാനമായും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ നന്ദിപ്രമേയ ചർച്ചയിൽ ചർച്ചയുടെ ഭാഗമായി സംസാരിച്ചിരുന്നു. എന്നാൽ ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച 3 ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം അവിടെ മറുപടി പറഞ്ഞില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം രാജ്യസഭയിലും അദ്ദേഹം സംസാരിച്ചിരുന്നു. എന്നാൽ രാജ്യസഭയിലും ഇതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ തന്നെ ഈ അദാനി വിഷയത്തിൽ മൗനം പാലിച്ച് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പറയുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രതിഷേധത്തിന് ഇടയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം വിമർശിക്കുന്ന ഒരു രീതിയും കണ്ടിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മണ്ഡലത്തിലടക്കം വികസനം കൊണ്ടുവന്ന BJP ആണ് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം വിമർശിച്ചത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയിലും പ്രധാനമന്ത്രി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് ഈ പ്രസംഗം മുന്നോട്ട് കൊണ്ടുവന്ന കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇന്ന് സഭ ചേരുമ്പോൾ പ്രധാനമായും ഈ അദാനി വിഷയം വീണ്ടും സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം ഈ വിഷയത്തിൽ സംയുക്ത പാർലമെന്റ് സമിതി അന്വേഷണം വേണമെന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ, അദാനി വിഷയത്തിൽ പാർലമെന്റ് ഇരുസഭകളിലും ഇന്ന് പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ.